പഴുത്ത ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ? ചക്ക കൊണ്ടുള്ള പായസമാണെങ്കിലോ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് നാടൻ രുചിയിൽ വളരെ സിമ്പിളായിട്ടൊരു പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ആദ്യം തന്നെ പഴുത്ത ചക്ക വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് ഒരുപാട് ഫൈനായിട്ട് അരയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പ് ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ശർക്കര പാനിയിൽ കിടന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് അങ്ങനെയൊന്നുമില്ല, ഒന്നിച്ചാണ് ഒറ്റ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യിൽ കുറച്ച് കാഷ്യും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വറുത്തിട്ട് അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി കൂടുതലായിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, അത്രയും മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പായസമാണത്. പിന്നെ ഇതൊന്ന് രുചിച്ച് നോക്കിയാൽ മതി കേട്ടോ, പിന്നെ നിർത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ചക്ക പായസം കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ മിക്ക വീടുകളിലും ചക്ക ഉണ്ടായിരിക്കും. അപ്പോൾ പഴുത്ത ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.